നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. വളരെ മാന്യമായ പെരുമാറ്റമുള്ള ശാന്തപ്രകൃതക്കാരനായ ഒരാൾ. ചാൻസിനായി ഒരാളെയും പോയി കാണില്ല, എനിക്കൊരു ചാൻസ് തരണമെന്ന് ഒരാളോടും പറയില്ല. അങ്ങനെ വാശി പിടിക്കുന്ന ഒരാളായിരുന്നു. സൗഹൃദങ്ങളെ വളരെ വില കൊടുത്ത ആളായിരുന്നു. ഒരിക്കലും ഒറ്റപ്പെടലിനെ പേടിച്ചിരുന്ന, തഴയപ്പെടലിനെ ഭയപ്പെട്ടിരുന്ന മനുഷ്യൻ. ഇതൊക്കെയാണെങ്കിലും മദ്യമെന്ന വില്ലൻ്റെ സ്വാധീനമുള്ള ആൾ, കൂട്ടത്തിൽ ആവശ്യത്തിലധികം കോംപ്ലക്സ്. ഇതെല്ലാം കൂടി ചേർന്നാൽ നിങ്ങൾ തന്നെ ആലോചിച്ചു. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സിനിമാക്കാരനെ പറയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും നടൻ ശ്രീനാഥ് അത്തരക്കാരനായിരുന്നു എന്ന് ഞാൻ പറയും. വളരെ മാന്യമായിട്ട് ഉള്ള പെരുമാറ്റമാണ്. എവിടെ വെച്ച് കണ്ടാലും ആരോടും വളരെ കുലീനത്വത്തോടെ സംസാരിക്കും. അതുപോലെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയില്ല. വളരെ ശാന്തപ്രകൃതനാണ്. വില്ലത്തരം കാണിച്ചാൽ പോലും ശാന്തതയോടെ സംസാരിക്കും. എൻ്റെ അറിവിൽ ചാൻസിനായി അധികം പേരോടൊന്നും പുള്ളി ചോദിച്ചതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങളെ, നമ്മുടെ രതീഷിനെയൊക്കെ പോലെ സൗഹൃദങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നക്കാരനുമായിരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൂതറയാവൂ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനായിരുന്നു. ഒപ്പം നല്ല കോംപ്ലക്സ് ഉള്ള ആളായിരുന്നു. സിനിമയിൽ ഇതൊക്കെ നെഗറ്റീവാണ് എന്നുള്ളതാണ് സത്യം. ഒരു കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമ, നവതരംഗം തമിഴ്നാട്ടിൽ അലയടിച്ച സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഒരുതലൈ രാഗം. ആ ഒരുതലൈ രാഗം എന്ന് പറഞ്ഞ സിനിമയിൽ നായക വേഷത്തിന് ഫിക്സ് ചെയ്തതാണ്. പക്ഷേ കാര്യത്തോടെ അടുത്തപ്പോൾ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. അവസാന നിമിഷം ശ്രീനാഥിനെ മാറ്റി പകരം ശങ്കറാണ് ഒരുതലൈ രാഗത്തിലെ നായകനായത്. 1 വർഷമോ 2 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഓടിയ സിനിമയാണ് ഒരുതലൈ രാഗം. പാശമെല്ലാം മലർത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൂപ്പർ ഹിറ്റായ പാട്ടുകളൊക്കെ ഉള്ള ഒരു ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സൊക്കെ പോലെ ഒരു സംഘം ചെറുപ്പക്കാരുടെ ആദ്യ ഉദ്യമമായിരുന്നു ഒരുതലൈ രാഗം. ഭയങ്കര ഹിറ്റായ പടാത്ത, കേരളത്തിലും വലിയ ഹിറ്റായിരുന്നു. നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിനെ ഏൽപ്പിച്ചപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ശ്രീനാഥ് എന്ന് പറയാം. വർഷങ്ങളോളം ഒരേ കട്ടിലിൽ കിടന്നുറങ്ങിയവർ പോലും അവർ സംവിധാനം ചെയ്ത സിനിമയിലേക്ക് ഒരു ചെറിയ വേഷത്തിന് പോലും എന്നെ വിളിച്ചില്ല എന്ന് സങ്കടം പറയുന്ന ആളായിരുന്നു ശ്രീനാഥ്. ഫ്രണ്ട്ഷിപ്പിന്, സൗഹൃദത്തിന് സിനിമയിൽ യാതൊരു വിലയുമില്ലെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞൊരു സാഹചര്യമായിരുന്നു എനിക്ക് ജീവിതത്തിനിടയിൽ ഉണ്ടായതെന്ന് പറയുന്ന ആളായിരുന്നു ശ്രീനാഥ്. തൃശ്ശൂർ മാളയിൽ കുഴൂർ കമലാലയത്തിൽ ബാലകൃഷ്ണൻ നായരുടെയും കമലാദേവിയുടെയും മകനായി ജനിച്ചു. അച്ഛൻ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നുകൊണ്ട് കേരളത്തിൽ എവിടെയെല്ലാം പോസ്റ്റ് ഓഫീസുണ്ടോ അവിടെയെല്ലാം സ്ഥലമാറ്റം കിട്ടിപ്പോയപ്പോൾ ആ ഗ്രാമങ്ങളിൽ മുഴുവൻ കുട്ടികളെയും ഭാര്യയൊക്കെ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ മാറി ഒരുപാട് സ്ഥലങ്ങളിൽ ജീവിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ശ്രീനാഥിനെ കാണുമ്പോഴേക്കും ഒരു ഗ്രാമീണ മുഖമാണ് ഓർമ്മ വരാറ്. സിനിമയുടെ ഒരു പളവളപ്പൊന്നും ഒരിക്കലും ശ്രീനാഥിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും സിംപ്ലിസിറ്റി ഉള്ള ആളായിരുന്നു. വേണു നാഗവള്ളി തിരക്കഥ എഴുതി സുരേഷ് ഗോപിയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ചർച്ചകൾ നടത്തി ഏതാണ്ട് നടക്കും എന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ ചായ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ അതെങ്ങനെയോ നടക്കാതെ പോയി. അതിനിടയിലാണ് അദ്ദേഹം സിനിമയിൽ നിന്ന് തഴയപ്പെട്ടുവെങ്കിലും മിനി സ്ക്രീനിലൊരു താരമായി വളർന്നു. പ്രത്യേകിച്ചും ബൈജു ദേവരാജിൻ്റെ വി ട്രാക്ക് സ്റ്റുഡിയോ ചെയ്ത കുറേ സീരിയലുകളിൽ പ്രധാനപ്പെട്ട വേഷങ്ങളിലേക്ക് അദ്ദേഹത്തെ സ്ത്രീജന്മം പോലുള്ള, മാനസപുത്രി പോലുള്ള സീരിയലുകളിൽ പ്രധാന വേഷം കിട്ടിയതോടുകൂടി അദ്ദേഹം ഒരു റീബർത്ത് ജീവിതത്തിലുണ്ടാക്കുമെന്ന് കരുതിയ ആളാണ് ഞാൻ. ഒരു നടനെന്ന നിലയിൽ സിനിമയ്ക്ക് എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി. പലപ്പോഴും ഞാനത് അനുഭവിച്ചു എന്ന് അദ്ദേഹം സങ്കടത്തോടെ പറയുമായിരുന്നു. ഈ അവസ്ഥ സീരിയലിൽ നിന്നും ഒരിക്കലും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയും. എന്നെ ആത്മാർത്ഥമായിട്ടാണ് സീരിയലുകാർ സ്നേഹിച്ചത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. 2010, അതായത് 14 വർഷം മുമ്പ് മോഹൻലാൽ നായകനാവുന്ന പത്മകുമാറിൻ്റെ ശിക്കാർ എന്ന് പറഞ്ഞ പടത്തിലേക്ക് ഒരു വേഷം ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് വരുന്ന, ഇപ്പോൾ കിരീടത്തിൽ മോഹൻലാൽ ചെയ്ത സേതുമാധവൻ്റെ സുഹൃത്ത് ശ്രീനാഥാണല്ലോ അഭിനയിച്ചത്, അതുപോലെ ത്രൂ ഔട്ട് വരുന്ന ഒരു വേഷം ചെയ്യാനായിട്ട് നമ്മുടെ ശ്രീനാഥിനെ ബുക്ക് ചെയ്തു. പക്ഷേ ഈ ശിക്കാറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. നമ്മളിപ്പോൾ മഞ്ഞുമൽ ബോയ്സൊക്കെ കണ്ടു കഴിഞ്ഞ് ഗുണയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഗുണ കേവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ ശിക്കാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത് ഗുണ കേവിലാണ്.
ഷിക്കാറിൻ്റെ തിരക്കഥാകൃത്തായ സുരേഷ് ബാബുവായിട്ട് സംസാരിച്ചപ്പോഴാണ്, ശ്രീനാഥിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. പക്ഷേ കാര്യങ്ങൾ ഒരുപാട് ഞങ്ങൾ സംസാരിച്ച് പോയപ്പോഴാണ് ഗുണ കെവിനെക്കുറിച്ച് അറിഞ്ഞത്. അവിടെ 10 ദിവസത്തോളം അവിടെ ഷൂട്ട് ചെയ്തു. ത്യാഗരാജൻ മാഷിൻ്റെ നേതൃത്വം. ത്യാഗരാജൻ മാഷാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത്. മനോജ് പിള്ളയായിരുന്നു ക്യാമറ. അനന്യ എന്ന് പറഞ്ഞ കുട്ടി, മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടി, ഒരു പേടിയുമില്ലാതെ ത്യാഗരാജൻ മാഷ് പറഞ്ഞതുപോലെയൊക്കെ എടുത്ത് ചാടാനും ഒക്കെ വരും വരായികളൊന്നും ഓർക്കാതെ. സുരേഷ് ബാബു പറയുന്നത് ഇതെന്താണെന്ന് തുടക്കക്കാരിയായതുകൊണ്ട് അവൾക്ക് ആ പേടിയില്ലായിരുന്നുകൊണ്ട് ചെയ്തു എന്നാണ് പറയണേ. മോഹൻലാലും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ കൂടിയുള്ള ഒരു ടീം ഒരു ഹോട്ടലിൽ കോതമംഗലത്ത് താമസിക്കുന്നു. വേറൊരു ഹോട്ടലിൽ സിനിമയിലെ മറ്റ് വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ താമസിക്കുന്നു. അങ്ങനെ 2 ഹോട്ടലിലായിരുന്നു താമസം. ആ മോഹൻലാൽ താമസിക്കുന്ന ഹോട്ടലിലല്ല, മറ്റേ ഹോട്ടലിലായിരുന്നു ശ്രീനാഥിനും റൂം കൊടുത്തത്. വിസ എന്ന് പറഞ്ഞ ബാലു കുര്യത്തിൻ്റെ മനോഹരമായൊരു സിനിമയുണ്ട് വിസ. നല്ല പാട്ടൊക്കെ ഉള്ള, താലി പീലി കാട്ടിനുള്ളിൽ താഴാമ്പൂ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുള്ള പാട്ടുകളൊക്കെ ഉള്ള, നല്ല കോമഡിയുള്ള, ജീവിതഗന്ധിയായ ഒരു സിനിമയാണ് വിസ. കഴിയുമെങ്കിൽ കണ്ടിട്ടില്ലാത്തവരൊന്നുകൂടെ ഇട്ട് കാണണം. ആ വിസയിൽ മോഹൻലാലും ഉണ്ട്, ശ്രീനാഥും ഉണ്ട്. അന്ന് തുടങ്ങിയതാണ് മോഹൻലാലിന് ശ്രീനാഥുമായിട്ടുള്ള സൗഹൃദം. ഷിക്കാറിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ നടക്കുന്ന സത്യൻ എന്നു പേരുള്ള ഒരു വലിയ കഥാപാത്രമുണ്ട്. അപ്പോൾ സുരേഷ് ബാബു ചോദിച്ചു, നമുക്ക് ആ കിരീടത്തിൽ താങ്കളുടെ സുഹൃത്തായി നടന്നില്ലേ ശ്രീനാഥ്, അദ്ദേഹത്തിനെ ഈ വേഷത്തിന് വച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അയാൾ ഈ വേഷത്തിന് കറക്റ്റാണ്, പക്ഷെ വരുമോ എന്ന് ചോദിച്ചു. എന്തൊക്കെയോ സ്വകാര്യ പ്രശ്നത്തിൽപ്പെട്ട് അയാൾ കുറേ കാലമായി മാറി നിൽക്കുകയല്ലേ സിനിമയെന്ന്, വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു നോക്കൂ എന്നായി മോഹൻലാൽ. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, മോഹൻലാൽ 100% കൈ കൊടുക്കുകയാണ് ശ്രീനാഥ് ഈ വേഷം ചെയ്യട്ടെ, അയാൾ വന്നാൽ നല്ലതാ എന്ന് മോഹൻലാൽ പറഞ്ഞു. വിസ, സർവകലാശാല, കിരീടം, ദേവാസുരം തുടങ്ങിയ മോഹൻലാൽ സിനിമകളിലൊക്കെ ശ്രീനാഥ് ഉണ്ടായിരുന്നു. 41 ദിവസത്തെ കാൾ ഷീറ്റാണ് ശ്രീനാഥിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സന്തോഷത്തോടെ ആ ഓഫർ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അയാൾ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ശ്രീനാഥ് ശരിക്കും അതിശയിച്ചിരിക്കാം ഇങ്ങനൊരു ഓഫർ വന്നപ്പോൾ. അതിനുവേണ്ടി ആ ക്യാരക്ടർ നന്നാക്കാൻ വേണ്ടി ശരീരം മെലിക്കുക, അതിനുവേണ്ടി ആഹാരം കഴിക്കുന്നതൊക്കെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് ഏതാണ്ട് 2-3 മാസം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഷിക്കാറിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്. കഥാപാത്രമാകാനായി മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്നുള്ള നിലയ്ക്ക് ആ കഥാപാത്രം വിജയിപ്പിക്കാനായി എന്തിനും തയ്യാർ എന്നാണ് അദ്ദേഹം ഉറപ്പ് കൊടുത്തത്. മോഹൻലാലിൻ്റെ ബൽറാമൻ എന്ന് പറഞ്ഞാൽ അസൽ ക്യാരക്ടറല്ലേ. അതുപോലെ അനന്യ ചെയ്ത ഗംഗ നല്ല ക്യാരക്ടറായിരുന്നു. സ്നേഹ, സമുദ്രകന്നി, കലാഭവൻ മണി, സുരാജ് വെഞ്ഞാറമ്മൂട്, ജഗദീഷ് ശ്രീകുമാർ, ലക്ഷ്മി ഗോപാലസ്വാമി, മൈഥിലി, ജോൺ കൊക്കൻ, ശ്രീലത നമ്പൂതിരി തുടങ്ങി ഒരുപാട് പേരുള്ള സിനിമയാണല്ലോ ശിക്കാർ. നല്ല സിനിമയല്ലേ. ഇപ്പോഴും എനിക്ക് ആ ഗുണ കെവിയിൽ നിന്ന് മോഹൻലാൽ ഇങ്ങനെ നോക്കുന്ന ഒരു ഷോട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അക്കാലത്ത് 4 കോടി രൂപ ചിലവാക്കിയെടുത്ത സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് മാത്രം അത് 20 കോടി രൂപ കളക്ട് ചെയ്തു. പത്മകുമാറായിരുന്നു സംവിധാനം, സുരേഷ് ബാബു ആയിരുന്നു തിരക്കഥ, ജയചന്ദ്രൻ ആയിരുന്നു പാട്ടുകൾ ചെയ്തത്, റീ റെക്കോർഡ് ചെയ്തത് ഔസേപ്പച്ചനായിരുന്നു, മനോജ് പിള്ളയായിരുന്നു ക്യാമറ. സിനിമയിൽ സജീവമാകാൻ കഴിയാത്തതിൽ ദുഃഖമൊന്നുമില്ല. ടി വിയിൽ ഇപ്പോഴത്തെ തിരക്ക് എനിക്ക് സന്തോഷത്തിന് വക നൽകുന്നുണ്ട്. സിനിമയിൽ ഞാൻ തുടക്കകാലത്ത് അനുഭവിച്ച സന്തോഷമാണ് ഇപ്പോൾ സീരിയലിലൂടെ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പത്രക്കാരായാലും സുഹൃത്തുക്കളായാലും ആരെ കണ്ടാലും പുള്ളി പറയുമായിരുന്നു. അദ്ദേഹം 2009 സീരിയലും ഇല്ല, സിനിമയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ 2009 ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്ക് ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ച് നല്ല ഭംഗിയായിട്ട് തോറ്റു. ശാലിനി എൻ്റെ കൂട്ടുകാരിയിലാണ് ആദ്യമായിട്ട് മലയാളി ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ ശ്രീനാഥിനെ മലയാളികൾ കണ്ടത് ശാലിനി എൻ്റെ കൂട്ടുകാരിയിലാണ്. വിസ, കലിക, ചില്ല്, ഉദിക്കച്ചിയ പൊന്നെ, ഇത് ഞങ്ങളുടെ കഥ, NH-47, ഓടരുതമ്മാവ ആളറിയാം, സാഗരശാന്തം, സന്ധ്യമയങ്ങുന്നേരം. ഓടരുതമ്മാവ ആളറിയാം പ്രിയദർശൻ്റെ പടമാണ്. സന്ധ്യമയങ്ങുന്നേരം എന്ന് പറയുന്നത് ഭരതൻ്റെ പടമാണ്. തൂവാനത്തുമ്പികൾ, മംഗളം നേരുന്നു, 20-ാം നൂറ്റാണ്ട്, കിരീടം, മതിലുകൾ, ദേവാസുരം, വാഴുന്നോർ, അഗ്നിസാക്ഷി, മേഘമൽഹാർ, കേരള കഫേ തുടങ്ങി ഒരു പിടി മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ശ്രീനാഥ് ചെയ്തു. പന്നീർ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞ സന്താന ഭാരതിയുടെ സിനിമയിലാണ് ആദ്യമായിട്ട് അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ നിന്നത്. ചിന്നമുൾ, പെരിയമുൾ, റെയിൽ പയനങ്ങളിൽ എന്ന് പറഞ്ഞ കുറേ തമിഴ് സിനിമകളിലും അഭിനയിച്ചു. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ നടത്തിയിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2 വർഷം അഭിനയം പഠിച്ച ശേഷമാണ് സിനിമയിൽ ഭാഗ്യം തേടാനായി ശ്രീനാഥ് ഇറങ്ങുന്നത്. റെയിൽ പയനങ്ങളിൽ, ചിന്നമുൾ, പെരിയമുൾ തുടങ്ങി കുറേ തമിഴ് സിനിമകൾ ചെയ്തിട്ടാണ് മലയാളത്തിലേക്ക് വന്നത്. മലയാളത്തിൽ മോഹൻ്റെ ശാലിനി എൻ്റെ കൂട്ടുകാരി, പത്മരാജൻ്റെ തിരക്കഥയിൽ വന്ന ശാലിനി എൻ്റെ കൂട്ടുകാരി വലിയ വിജയമായിരുന്ന സിനിമയാണല്ലോ. ഇതിൻ്റെ പിന്നാലെ വന്ന PG വിശ്വംഭരൻ്റെ ഇത് ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞൊരു നല്ല സൂപ്പർ ഹിറ്റായൊരു സിനിമയുണ്ട്.
തമിഴിൽ പാലൈവനച്ചോല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ നവതരംഗത്തിൻ്റെ ഹിറ്റായ സിനിമയായിരുന്നു പാലൈവനച്ചോല. അപ്പോൾ റോബർട്ട് രാജശേഖരനായിരുന്നു പാലൈവനച്ചോലയുടെ തിരക്കഥ എഴുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് VK പൗത്രനാണ് മലയാളത്തിൽ തിരക്കഥ എഴുതിയത്. നല്ല രസമുള്ള സിനിമയായിരുന്നു PG വിശ്വംഭരൻ്റെ ഇത് ഞങ്ങളുടെ കഥ. 5 യുവാക്കളുടെ സ്വപ്നങ്ങളും ദുഃഖങ്ങളും ചിരിയും കണ്ണീരും കളികളും ഒക്കെ ചേർന്ന അവരുടെ ലോകത്തേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതാണ് സബ്ജക്റ്റ്. പ്രഭ എന്ന് പറയുന്നത് ഇപ്പോഴും പ്രഭയെ പറ്റി ആലോചിച്ചാൽ ശാന്തികൃഷ്ണ ചെയ്ത മനോഹരമായ വേഷമാണ്. സ്വർണ്ണമുഖിലേ എന്നുള്ള നല്ല പാട്ടുള്ള ജോൺസൺ മാഷിൻ്റെ നല്ല പാട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ ശാന്തികൃഷ്ണ അവതരിപ്പിച്ച പ്രഭ പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ച വേഷമായിരുന്നു. തമിഴിൽ പാലൈവനച്ചോലയിൽ സുഹാസിനിയായിരുന്നു ആ വേഷം ചെയ്തത്. ഒരു ഹൗസിംഗ് കോളനിയിൽ പ്രഭ താമസിക്കാനെത്തുമ്പോൾ അവിടെയുള്ള രഘു, രാമൻകുട്ടി, വാസു, സന്തോഷ് ജോസഫ് 5 ചെറുപ്പക്കാർ, ശ്രീനാഥ്, മുകേഷ്, ജഗദീഷ് ശ്രീകുമാർ, മണിയമ്പിള്ള രാജു, പുതുമുഖം സന്തോഷ്, പിന്നെ തടിയ സന്തോഷ് എന്നൊക്കെ വിളിച്ച സന്തോഷ് ആദ്യമായിട്ട് അഭിനയിച്ച പടമായിരുന്നു. ഇങ്ങനെയായിരുന്നു 5 പേര്. ശാലിനിയുടെ കൂട്ടുകാരിക്ക് ശേഷം ശ്രീനാഥും ബലൂണിന് ശേഷം മുകേഷും അഭിനയിച്ച അവരുടെ 2 പേരുടെയും രണ്ടാമത്തെ സിനിമയാണ് ഇത് ഞങ്ങളുടെ കഥ. സന്തോഷിൻ്റെ ആദ്യത്തെ സിനിമ 1981 നിദ്ര എന്ന് പറഞ്ഞ ഭരതൻ്റെ സിനിമയിലൂടെയാണ് മലയാളത്തിൽ ശാന്തികൃഷ്ണ വന്നത്. അവരുടെ 6ാമത്തെ സിനിമയാണ് ഇത് ഞങ്ങളുടെ കഥ. ഹോമകുണ്ഡം എന്ന സിനിമയിലാണ് ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി ശാന്തികൃഷ്ണൻ നിന്നത്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന പടമാണ് ബാലുക്കിരിത്തിൻ്റെ വിസ. ശ്രീനാഥും ശാന്തികൃഷ്ണയും ആദ്യമായി ഒന്നിക്കുന്ന സിനിമ. അല്ലെങ്കിൽ അവിടെ നിന്നാണ് 2 പേരുടെയും മനസ്സ് എന്താ പറയുക പ്രണയത്തിൻ്റെ വല്ലരി പൂക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും സത്താറും ഒക്കെയുള്ള വിസയിൽ ബാലചന്ദ്രൻ എന്ന യുവാവായി ശ്രീനാഥ് അഭിനയിച്ചു. ശരിക്കും പറഞ്ഞാൽ ശ്രീനാഥാണ് ആ സിനിമയിലെ നായകൻ. പിന്നെ അത് കഴിഞ്ഞാൽ ബഹദൂറൊക്കെ ചെയ്ത വേഷമായിരുന്നു പ്രധാന വേഷം. അത് കഴിഞ്ഞേ ഉള്ളൂ മോഹൻലാലിനും മമ്മൂട്ടിക്കും വിസയിലെ ക്യാരക്ടർ. ശ്രീനാഥ് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയായിട്ടാണ് വിസയിൽ ശാന്തികൃഷ്ണ അഭിനയിച്ചത്. ജലജയായിരുന്നു പ്രധാന നായിക. ഈ സെറ്റിൽ വെച്ചാണ് ശാന്തികൃഷ്ണയെ ശ്രീനാഥ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്. വിസയിലെ നായകൻ ശ്രീനാഥാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 25,000 രൂപയായിരുന്നു വിസയിലെ ശമ്പളം. ശ്രീനാഥിനും ശാന്തികൃഷ്ണയ്ക്കും 25,000 രൂപയായിരുന്നു. ആദ്യമായിട്ട് മോഹൻലാൽ ഒരു ഹാസ്യ വേഷം ചെയ്യുന്നത് വിസയിലാണ്. ഈ വേഷം മമ്മൂട്ടിക്കായിട്ടാണ് സംവിധായകൻ ബാലു കുര്യത്ത് എഴുതുമ്പോൾ നിശ്ചയിച്ചിരുന്നത്. മദ്രാസിലെ രഞ്ജിത്ത് ഹോട്ടലിൽ ഒരു ദിവസം രാവിലെ മോഹൻലാൽ വന്നു. ഈ ഹാസ്യവേഷം ഞാൻ ചെയ്യട്ടെ എന്ന് തിരക്കി. മമ്മൂട്ടിയോട് ആ വേഷം ഞാൻ പറഞ്ഞുപോയി എന്നായി ബാലു കുര്യത്ത്. മമ്മൂട്ടി അപ്പോൾ ഈ രഞ്ജിത്ത് ഹോട്ടലിൻ്റെ മുൻവശത്തെ ഇറയത്തൂടെ രാവിലെ പ്രഭാത സവാരി നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മോഹൻലാൽ പറഞ്ഞ ക്യാരക്ടർ വച്ചുമാറൽ ബാലു കുര്യത്ത് മമ്മൂട്ടിയോട് സംസാരിച്ചു. പിന്നെന്ത് അവൻ ചെയ്യട്ടെ എന്നായി മമ്മൂട്ടി. വിസയിൽ മമ്മൂട്ടിക്ക് 15,000 രൂപയും മോഹൻലാലിന് 10,000 രൂപയായിരുന്നു ശമ്പളം. ഈ റേറ്റൊക്കെ നിശ്ചയിച്ചതും കൊടുത്തതും എല്ലാം നിർമ്മാതാവായ NB അബു ആയിരുന്നു. അബുവിനെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മധുസാർ ആദ്യമായി സംവിധാനം ചെയ്ത പ്രിയ എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവായിരുന്നു അബു. അതിനുശേഷം അദ്ദേഹത്തെ പ്രിയ അബു എന്നാണ് സിനിമാ രംഗത്തുള്ളൊരു അറിയപ്പെട്ടിരുന്നത്. 10,000 രൂപ കൊടുത്തത് ബാലു കുര്യത്ത് പറഞ്ഞിട്ടാണെന്ന് അബുക്ക വെറുതെ മോഹൻലാലിനോട് പറഞ്ഞു. ആ ഒരു സൗന്ദര്യപ്പണക്കം കുറച്ചു കാലം മോഹൻലാലിന് ബാലു കുര്യത്തിനോടുണ്ടായിരുന്നു. 7 ലക്ഷം രൂപയ്ക്കാണ് വിസ നിർമ്മിച്ചത്. ഈ ചിത്രത്തിൽ ശാന്തികൃഷ്ണയും ശ്രീനാഥും വിവാഹം കഴിക്കുന്ന രംഗമുണ്ട്. പരസ്പരം ഹാരങ്ങൾ ഇട്ടയിടത്ത് ഇരുവരുടെയും പ്രണയത്തിന് തുടക്കമിട്ടെന്ന് പറയാം. നായകൻ ശ്രീനാഥായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് ബാലു കുര്യത്തിനെ വിളിച്ചിരുന്നു. ബാലുചേട്ടനോട് ഒരുപാട് നേരം സംസാരിച്ചു വിസയെക്കുറിച്ച്. തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഷൂട്ട് ചെയ്ത ഒരു പാട്ടുണ്ട് ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ജിതിൻ ശ്യാം സംഗീതം കൊടുത്ത താലി പീലി കാട്ടിനുള്ളിലൊരു താഴാമ്പു കല്യാണം എന്ന് പറഞ്ഞ പാട്ട് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിലാണ് ഷൂട്ട് ചെയ്തത്. 3.5 മണിക്കൂർ കൊണ്ടാണ് ആ ഒരു പാട്ട് മുഴുവൻ ചിത്രീകരിച്ചത്. അങ്ങനെ 3.5 മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ബാലുചേട്ടനോട് പറഞ്ഞു, ഇപ്പോൾ ആ പാട്ട് ചിത്രീകരിക്കണമെങ്കിൽ 32 ദിവസം എടുക്കും. ശാന്തികൃഷ്ണയും ശ്രീനാഥുമായിരുന്നു ഈ പാട്ടിൽ പാടി അഭിനയിച്ചത്. N. ശങ്കരൻ നായരുടെ പൊന്മുടി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. ആ സിനിമയ്ക്കായി ഗാനരചന നടത്തിയത് ബാലു കുര്യത്തായിരുന്നു. അതിൻ്റെ സംഗീതം ജിതിൻ ശ്യാമായിരുന്നു. ആ ബന്ധത്തിലാണ് വിസയുടെ സംഗീത സംവിധായകനായി ജിതിൻ ശ്യാമിനെ വച്ചത്. ശരിക്കും വിസയിലെ പ്രധാന വേഷങ്ങൾ ശ്രീനാഥ് ചെയ്ത വേഷവും ജഗദീഷ് കുമാർ ചെയ്യേണ്ട കുട്ടിയാലി എന്ന് പറഞ്ഞൊരു വേഷമായിരുന്നു. കുട്ടിയാലി ബോംബെ ജൂഹു ബീച്ചിൽ കരിക്ക് കച്ചവടം നടത്തുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ചിത്രീകരണം തുടങ്ങി. പക്ഷേ പറഞ്ഞ സമയത്ത് ജഗദീഷ് കുമാർ എത്തിയില്ല. ആ സമയം ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരുമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലനായിട്ട് നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷേ വളരെ പവർഫുള്ളായ വേഷമാണ്. സെറീന വഹാബിൻ്റെ സഹോദരനായിട്ട്
പോലീസ് ഓഫീസർ. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അവസരം കൊടുത്ത ആളെന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് മുങ്ങാൻ പറ്റില്ല ജഗതിക്ക്, അങ്ങനെ വരാൻ പറ്റില്ല എന്നറിയിച്ചു. അമ്മയ്ക്ക് ഒരുമയാണെങ്കിൽ നായകനോളം പ്രാധാന്യമുള്ള നെഗറ്റീവ് വേഷമാണ്. പകരം ആര് എന്നുള്ള ചിന്ത വന്നപ്പോൾ ചെറിയ വേഷത്തിന് വിളിച്ചിരുന്ന ബഹദൂറിനെ കുട്ടിയാലിയാക്കിയാലോ എന്നായി സംവിധായകൻ. അപ്പോൾ ബഹദൂറിന് അല്പം പ്രായക്കൂടുതലുള്ളതുകൊണ്ട് കുട്ടിയാലിയെ കുട്ടിയാലിക്ക എന്നങ്ങ് മാറ്റിയാൽ മതിയല്ലോ, പ്രശ്നം തീരും എന്ന് പറയും. നിർമ്മാതാവ് സമ്മതിക്കുകയും ചെയ്തു. വിസയിൽ നിന്ന് ജഗതിയെ മാറ്റിയതല്ല, ജഗതി വരാത്തത് കൊണ്ടാണ് ബഹദൂറായത്. പക്ഷേ നാനയിൽ ജഗതിയെ ബാലുക്കിരുത്ത് മാറ്റി എന്നുള്ള തരത്തിൽ ഒരു വാർത്ത അടിച്ചു വന്നു. അതോടെ കൂടെ പഠിച്ച സഹപാഠിയായ ജഗദീഷ് കുമാർ ബാലുക്കിരുത്തിനോട് പിണങ്ങുകയും എതിർ പ്രസ്താവന കൊടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ബാലുക്കിരുത്ത് പറഞ്ഞതല്ല അത്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ജഗദീഷ് കുമാർ ബാലുക്കിരുത്തിൻ്റെ ഒരു സിനിമയിൽ സഹകരിക്കുന്നത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസിലായിരുന്നു. ബോംബെയിൽ ചിത്രീകരണം നടക്കുമ്പോൾ നല്ല ഉയരമുള്ള ഒരു പയ്യൻ കണ്ടിന്യൂറ്റിയൊക്കെ എഴുതാനുള്ള 2 ബുക്കുമായിട്ട് സംവിധായകൻ്റെ പുറകെ നടക്കുമായിരുന്നു. അപ്പോൾ നിർമ്മാതാവ് ആ ബുക്ക് ചോദിച്ചു, ഇതാരാ ഈ പയ്യൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഇങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനായിട്ട് ആദ്യമായിട്ട് ഈ പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവുകയാണെന്ന് പറഞ്ഞപ്പം ആ ബുക്ക് കയറി ചൂടായി. അന്നത്തെ കാലത്ത് ബോംബെയിൽ ഒരു ചായക്ക് 3 രൂപ വിലയുണ്ട്. ഇങ്ങനെ തുടക്കക്കാരെയൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് കർക്കശമായിട്ട് അയാളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ചൂടായി അദ്ദേഹം. ബാലുക്കിരുത്തും പുതിയ ആളല്ലേ, പറ്റില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻ്റിനെ ഞാൻ നിർത്തുമെന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയല്ലല്ലോ. അപ്പോൾ പയ്യനെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പയ്യൻ അവിടെ ഒന്ന് കരഞ്ഞു. പക്ഷേ നിർമ്മാതാവ് വഴങ്ങിയില്ല. തിരികെ പോകാനാണെങ്കിൽ കാശുമില്ല. അങ്ങനെ ആ വിസയുടെ ക്യാമറമാനായ വിപിൻ ദാസ് ഒരു 50 രൂപ എടുത്ത് പയ്യന് കൊടുത്തു, വയ്ക്കുമെന്ന് പറഞ്ഞു. അവൻ പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ സംവിധായകൻ ബാലുക്കിരുത്ത് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ, ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ സിനിമ വരികയാണെങ്കിൽ നീ അതിലുണ്ടാവും, സമാധാനമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ അയാളെ യാത്രയാക്കി. പയ്യൻ പോയി. അടുത്ത് ബാലുക്കിരുത്ത് ചെയ്ത സിനിമ ഒന്നും മിണ്ടാത്ത ഭാര്യയായിരുന്നു. നല്ല രസമുള്ള പടമാണ് അതും. സുകുമാരൻ ഇങ്ങനെ 11 മീശയൊക്കെ വെച്ച നല്ല പടമായിരുന്നു. ആ പയ്യനെ വിളിച്ച് ഒന്നും മിണ്ടാത്ത ഭാര്യയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കി. അയാളാണ് പിന്നീട് മലയാള സിനിമയുടെ വലിയ ഷോമാൻ ഡയറക്ടറായി മാറിയ ഷാജി കൈലാസ്. ഇന്നും ബാലുച്ചേട്ടൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിശയത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. ലുലു മൈമോണിൽ 75 ദിവസം ഓടിയ സിനിമയായിരുന്നു വിസ. ഈ സിനിമയിൽ ഒരു മുജ്റ നൃത്തമുണ്ട്. അതിലേക്കായി സിൽക്ക് സ്മിതയുടെ ഡേറ്റിന് വേണ്ടി പരമാവധി നോക്കി, പക്ഷെ നടന്നില്ല. കാരണം അക്കാലത്ത് അവർ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ മുജ്റ നൃത്തം കമ്പോസ് ചെയ്യുന്നത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ നൃത്ത സംവിധായകനാണ്. ഡാൻസ് മാസ്റ്റർ കൃഷ്ണകുമാറാണ്. ഒരു ദിവസം എന്തോ കാര്യം സംസാരിക്കാനായിട്ട് കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ പോയി സംവിധായകനും നിർമ്മാതാവും എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണകുമാറിന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ബാലുക്കിരുത്ത് ഒറ്റ നോട്ടത്തിൽ ആ കുട്ടിയെ നോക്കി, അതാരാ എന്ന് ചോദിച്ചു. എൻ്റെ മകളാണ്. ഡാൻസ് മാസ്റ്റർ കൃഷ്ണകുമാറിൻ്റെ മകള് 9ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നതിനിടയിൽ ഒരു പ്രേമ ബന്ധത്തിൽ എന്തോ പെടുകയോ ഒളിച്ചോടുകയോ എന്തൊക്കെ ചെയ്തിട്ട് തിരിച്ച് പിടിച്ചോണ്ടിരിക്കുകയോ എന്തൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ബാലുക്കിരുത്ത് ചോദിച്ചു, എവൾക്ക് ഡാൻസ് അറിയാമോ എന്ന് ചോദിച്ചു. പിന്നെന്ത് എന്ന് പറഞ്ഞു. എന്നാൽ എവള് മതിയെന്നേ ആ മുജ്റ നൃത്തത്തിന്. അങ്ങനെ അച്ഛൻ കമ്പോസ് ചെയ്ത് 14-15 വയസ്സ് മാത്രമുള്ള മകള് വിസ എന്ന് പറഞ്ഞ സിനിമയ്ക്കായി മുജ്റ നൃത്തമാടി. അവളാണ് പിന്നീട് പ്രശസ്ത നർത്തകിയായി മാറിയ അനുരാധ. ബോംബെയിൽ 6 ദിവസവും തിരുവനന്തപുരത്ത് 7.5 ദിവസവും ഷൂട്ട് ചെയ്തു. അങ്ങനെ 13.5 ദിവസം കൊണ്ട് ചിത്രീകരിച്ച സിനിമയായിരുന്നു വിസ. അപ്പോൾ ചിരഞ്ജീവിയും രജനീകാന്തിൻ്റെയും ഒപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അയ്യൂബ് സാറ് എന്താ പറയുക, വിസ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധാന സഹായിയുമായിരുന്നു. അതിലൊരു ബ്രാഹ്മണ യുവാവിൻ്റെ വേഷം അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് പ്രശസ്ത തിരക്കഥാകൃത്തും ചെപ്പ് പോലുള്ള സിനിമകളുടെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ BR ഗോപാലകൃഷ്ണനായിരുന്നു വിസയുടെ എന്താ പറയുക അസോസിയേറ്റ് ഡയറക്ടർ. ശ്രീനാഥിനെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ ശ്രീനാഥ് അഭിനയിച്ച വിസയെക്കുറിച്ച് ഇത്രയും വിശദമായി പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ബാലുക്കിരുത്തേട്ടൻ ഒരുപാട് നേരം സംസാരിച്ചു. ബാലുച്ചേട്ടൻ വളരെ അദ്ദേഹം ചെയ്ത സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പറയുന്ന സിനിമ വിസയാണ്. 1956 ആഗസ്റ്റ് 26 ശ്രീനാഥ് ജനിച്ചത്. 2010 ഏപ്രിൽ 23 മരിച്ചു എന്നല്ല പറയണ്ട, ആത്മഹത്യ ചെയ്തു. പക്ഷേ ശ്രീനാഥിൻ്റെ ജ്യേഷ്ഠനടക്കം അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യ അടക്കം ഒക്കെ, ജ്യേഷ്ഠനല്ല അനുജനടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യ അടക്കം പറയുന്നത് അതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് അക്കാലത്ത്
വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി അവരുടെ വർത്തമാനം. 54 വയസ്സിലാണ്. എത്ര കാലം ജീവിച്ചിരിക്കേണ്ട മനുഷ്യൻ എന്നാലോചിച്ച് നോക്കൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോംപ്ലക്സിൻ്റെയും മദ്യപാനത്തിൻ്റെയും ഒക്കെ കെടുതിയിൽപ്പെട്ട് അകാലത്തിൽ മരിച്ചുപോയ ആളാണ്. 3 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് 1984 ശാന്തികൃഷ്ണയെ ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിച്ചത്. 11 വർഷം ആ ജീവിതം സംഘർഷഭരിതമായി ജീവിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. 1995 വേർപിരിഞ്ഞു. 4 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചു 1999. അതിൽ വിശ്വജിത്ത് എന്ന് പറഞ്ഞ ഒരു മകനുണ്ട്. ഇപ്പോൾ വലിയ കുട്ടിയായി കാണാം അയാൾ. ശിക്കാറിൻ്റെ എക്സിക്യൂട്ടീവ് സഞ്ജു വൈക്കവും കൺട്രോളർ വിനോദുമായിരുന്നു. ഇതിൽ സഞ്ജുവിനെ ഞാൻ ഇന്ന് വിളിച്ചിരുന്നു. സഞ്ജുവിനെ വിളിച്ച് ആരാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സഞ്ജു, ഞാൻ ശാന്തുള്ള ദിനേശാണ്. ആ പറയണം. ഞാൻ പറഞ്ഞു എനിക്ക് ആ ശിക്കാറിൻ്റെ ലൊക്കേഷനിൽ ശ്രീനാഥ് മരിച്ചതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഞാനിപ്പോൾ കാർ ഓടിക്കുകയാണ്, കാറൊന്ന് ഞാൻ നിർത്തിയിട്ട് വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അവൻ മതി പതുക്കെ വിളിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് ഏതാണ്ട് 40 മണിക്കൂർ കഴിഞ്ഞു, ആ കാർ ഇതുവരെ നിന്നിട്ടില്ല. സഞ്ജു വിളിച്ചില്ല. എനിക്ക് തോന്നുന്നത് സഞ്ജു വൈക്കത്തിനെ വിളിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ശ്രീനാഥ് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം വീണ്ടും അതൊരു പ്രശ്നമാക്കാനാണോ, അല്ലെങ്കിൽ ഫെഫ്കയുടെ അനഭിമതനായ ദിനേശിനോട് ഞാൻ സംസാരിച്ചാൽ ഇനി എൻ്റെ കാർഡിന് ദോഷം വരുമെന്നൊക്കെ ചിലപ്പോൾ സഞ്ജു വിചാരിച്ചതാണ്. എന്തായാലും സഞ്ജു തിരിച്ചു വിളിച്ചില്ല. അതിലെനിക്ക് വിരോധമില്ല. ഈ നമ്മൾ പറയുന്ന ഈ സഞ്ജു വൈക്കം അല്ലെങ്കിൽ കൺട്രോളറായിരുന്ന വിനോദ്, ഇവരിൽ ആരോ ശ്രീനാഥിനെ മുറിയിൽ പോയി കണ്ടു എന്നാണ് അക്കാലത്ത് ശ്രീനാഥിൻ്റെ സഹോദരൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങാം എന്ന് ശ്രീനാഥിനെ അറിയിച്ചു. 2 ആഴ്ച കഴിഞ്ഞേ വർക്കുള്ളൂ. അതുകൊണ്ടാണ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത്. സിനിമയിൽ അങ്ങനെ പറഞ്ഞാൽ ഒഴിവാക്കുകയാണെന്ന് കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലാവും. ശ്രീനാഥിനും മനസ്സിലായി കാണും. യാത്രാബദ്ധയായിട്ട് പോകാനുള്ള യാത്രാപ്പടിയായിട്ട് 2000 രൂപ കൊടുത്തു അന്നത്തെ കാലത്ത്. പക്ഷേ അദ്ദേഹം 1000 രൂപയെ കൈപ്പറ്റുള്ളൂ. 1000 മതി 2000 വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കാണുമ്പോൾ കൈത്തണ്ടയിൽ 6 മുറിവുകളാണ്. അതിൽ 3 എണ്ണം മരിക്കാൻ പാകത്തിലുള്ള അത്രയും ആഴത്തിൽ ഞരമ്പുകൾ കട്ട് ചെയ്തു പോയ മുറിവാര്. രക്തം വാർന്നാണ് അദ്ദേഹം മരിച്ചത്. അതുപോലെ തന്നെ കാൽമുട്ടുകളിൽ, കാലിൽ, നിതംബത്തിലൊക്കെ മുറിവുകൾ കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ. പക്ഷേ അത് ആരും ചെയ്തതായിരിക്കില്ല. മദ്യപിച്ചിട്ട് ബോധമില്ലാതെ ചുവരിൽ പോയി ഇടിച്ചതായിരിക്കാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശ്രീനാഥിൻ്റെ സഹോദരൻ എന്നോട് ശാന്തികൃഷ്ണ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാനും ഷീയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും അവരുടെ കുടുംബവുമായിട്ടും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അനുജനുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ടെന്ന് എന്നോട് ശാന്തികൃഷ്ണ പറഞ്ഞിട്ടുണ്ട് പലവട്ടം. സമയം, സ്ത്രീജന്മം, കടമറ്റത്ത് കത്തനാർ, കാണാക്കുയിൽ, സൂര്യപുത്രി, എൻ്റെ മാനസപുത്രി, പാരിജാതം തുടങ്ങി ഒരുപാട് പരമ്പരകൾ, സൂപ്പർ ഹിറ്റുകളായ സൂര്യയിലൊക്കെ വന്ന പരമ്പരകളിൽ ഇദ്ദേഹം നായകനായിരുന്നു. അതുപോലെ തന്നെ മരണം ദുർബലം എന്ന് പറഞ്ഞ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ടെലിഫിലിമിൽ അഭിനയിച്ചതിന് സംസ്ഥാന അവാർഡ് വാങ്ങിച്ചു. 2 തവണ TV അവാർഡ് വാങ്ങിച്ച ആളാണ് ശ്രീനാഥ്. മരണത്തിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ പുനഃപരിശോധന വേണമെന്ന് അക്കാലത്ത് മുറവിളിയുണ്ടായിരുന്നു. ഇത് കൊലപാതകമാണ്, മറ്റൊന്നുമല്ല എന്ന് തീർത്തും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ സഹോദരനും. അനുജൻ്റെ പേര് സത്യനാഥ് എന്നാണ്. സത്യനാഥ് പത്രസമ്മേളനം നടത്തിയാണ് പറഞ്ഞത്. മരണത്തിൻ്റെ രേഖകൾ കാണാതായി, കൈത്തണ്ട മുറിച്ചിരുന്നു, ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് പോലീസ് നൽകിയില്ല. 2 മൊബൈൽ ഫോണുകൾ കാണാതെയായി. മൃതദേഹത്തിനോടൊപ്പം ആരും അനുഗമിച്ചില്ല. സംസ്കാരത്തിലും സിനിമാക്കാരും പങ്കെടുത്തില്ല. അമ്മയിൽ അംഗമല്ലാത്ത ശ്രീനാഥിനെ അഭിനയിക്കാൻ അമ്മ സമ്മതിച്ചിരുന്നില്ല എന്ന് തിലകൻ സത്യനാഥിനോട് പറഞ്ഞുവെന്ന് അന്നത്തെ പത്രസമ്മേളനത്തിൽ സത്യനാഥ് പറഞ്ഞു. അമ്മയിൽ അംഗമല്ലാത്ത എത്രയോ പേർ സിനിമയിൽ അഭിനയിക്കുന്നു. അല്ലെങ്കിൽ തന്നെ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ സമ്മതത്തോടുകൂടി ശ്രീനാഥിനെ വിളിച്ച് അഭിനയിപ്പിക്കുന്നുവെങ്കിൽ അമ്മയിൽ അംഗമല്ലാത്തതുകൊണ്ട് ശ്രീനാഥിനെ അഭിനയിക്കാൻ സമ്മതിപ്പിക്കാത്തതാണ് എന്ന് തിലകനെന്നല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും സത്യമല്ല എന്നുള്ളതാണ് ഈ സത്യനാഥ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം അത് മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം അമ്മയുടെ ആഭ്യന്തര പ്രശ്നവുമായിട്ട് കുഴയ്ക്കാൻ നോക്കി. അമ്മയിൽ അംഗമല്ലാത്തൊരാളെ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് ലൊക്കേഷനിലും പ്രശ്നമായി എന്നാണ് സത്യനാഥിനോട് തിലകൻ പറഞ്ഞു കൊടുത്തത്. അക്കാലത്ത് ഇന്നസെൻ്റാണ് അമ്മയുടെ പ്രസിഡന്റ്. ഇന്നസെൻ്റ് വളരെ ഫ്ലെക്സിബിളായിരുന്നു. അദ്ദേഹത്തിന് ഈ അംഗത്വം ഇല്ലാത്തവരെ വാശി പിടിച്ച് സെറ്റിൽ അഭിനയിപ്പിക്കാൻ പാടില്ല എന്നൊന്നും ഒരു സെറ്റിലും ഒരാളെക്കുറിച്ചും ഇന്നസെൻ്റ് പറഞ്ഞിട്ടില്ല. ശ്രീനാഥിൻ്റെ മരണത്തിൽ സിനിമാ രംഗത്തിന് ബന്ധമില്ല എന്ന് ഇന്നസെൻ്റ് പറഞ്ഞത് തെറ്റാണ് എന്നാണ് അന്ന് ശ്രീനാഥിൻ്റെ അനുജൻ സത്യനാഥ് പറഞ്ഞത്. അങ്ങനെ ഇന്നസെൻ്റ് പറയാൻ പാടില്ലായിരുന്നു എന്നാണ്. ഇന്നസെൻ്റ് വളരെ മിതത്വത്തോടെയാണ് പറഞ്ഞത്. കാരണം മരിച്ചുപോയ ഒരാളെക്കുറിച്ച് അയാൾ ഹോട്ടൽ കൗണ്ടറിലും ഹോട്ടലിലെ റൂമുകളിലുമൊക്കെ മദ്യപിച്ചിട്ട് കാണിച്ച പേക്കൂത്തുകളെക്കുറിച്ച് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്.
ശ്രീനാഥിൻ്റെ മരണത്തിൽ സിനിമാ രംഗത്തിന് ബന്ധമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രശ്നം ഒതുക്കുകയാണ് ചെയ്തത്. പക്ഷേ അതെന്തോ സത്യനാഥിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പുനരന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീനാഥിൻ്റെ രണ്ടാമത്തെ ഭാര്യ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഉറപ്പായും അന്വേഷണം ഉണ്ടാകുമെന്ന് പിണറായി ഉറപ്പും കൊടുത്തു. പക്ഷേ പിന്നെ എന്തായി എന്ന് എനിക്കറിയില്ല. കാരണം ആരന്വേഷിച്ചാലും അതൊരു കൊലപാതകത്തിലോ ഒന്നും എത്തില്ല, ആത്മഹത്യ തന്നെ പോയി എത്തും. കാരണം സ്വബോധമില്ലാതെ ചെയ്തതാണെന്ന് കൃത്യമായ തെളിവുകൾ ഉണ്ടാവുമല്ലോ. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട ശ്രീനാഥ് ജീവനെടുക്കാൻ സാധ്യതയില്ല എന്നാണ് സത്യനാഥ് പറഞ്ഞത്. ഒരു പ്രതിസന്ധിയും അദ്ദേഹം പുഞ്ചിരിയോടെ ആയിരിക്കും നേരിട്ടത്, പക്ഷേ എന്നും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആളായിരുന്നു. വ്യക്തിപരമായി എനിക്കറിയാമെന്നുള്ളതാണ് ഞാൻ പറയണേ. സത്യൻ എന്ന ശിക്കാറിലെ ക്യാരക്ടർ പിന്നീട് ലാലു അലക്സാണ് ചെയ്തത്. വാർത്തയിൽ ഇടം നേടിയ ഗുണ കേവിലായിരുന്നു ശിക്കാറിൻ്റെ ചിത്രീകരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ത്യാഗരാജൻ മാഷാണ് നമുക്ക് ഗുണയിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും അറിയാത്ത പാവം അനന്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ആ സെറ്റിൽ അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഗുണ കേവിൻ്റെ അപകടം മനസ്സിലാക്കാതെ ചെയ്തതിനെക്കുറിച്ച് ഇന്നും സുരേഷ് ബാബു സംസാരിച്ചപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ഒരുപാട് ബഹുമാനം തോന്നി. സംവിധായകൻ കമലിനെ ഒരു ദിവസം കൊടുങ്ങല്ലൂരിലെ വീട്ടിൽ ചെന്ന് ശ്രീനാഥ് കണ്ടു. പഴയ സൗഹൃദം പുതുക്കാനായിട്ട് ഇതിലെ പോയപ്പോൾ കയറിയതാണെന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. സംസാരത്തിനിടയിൽ ചോദിച്ചു, എന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമകളിൽ സഹകരിപ്പിക്കുന്നില്ല? തുറന്നു ചോദിച്ചു ശ്രീനാഥ്. ഒരു തിരിച്ചുവരവ് ഞാൻ കൊതിക്കുന്നു. നിൻ്റെ മദ്യപാനമാണ് പലരും നിന്നെ സിനിമയിൽ നിന്ന് അകറ്റുന്നത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കമൽ പറഞ്ഞു. അതിന് സ്വയം നിരാശപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല എന്നും നീ തിരുത്തണം നിൻ്റെ ജീവിതം, നിൻ്റെ സ്വഭാവം നീ മാറ്റിയില്ല എങ്കിൽ നിന്നെ ആരും സഹകരിപ്പിക്കില്ല, ഞാനടക്കം ആരും സഹകരിപ്പിക്കില്ല എന്ന് തുറന്ന് പറഞ്ഞു. ഒരാളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രതികരണം, അല്ലാതെ ആർക്കും നിന്നെ മടുത്തിട്ടില്ല ശ്രീനാഥേ, നിന്നെ ഒരാൾക്കും മടുക്കാൻ കഴിയില്ല എന്ന് കമൽ പറഞ്ഞു. എൻ്റെ സിനിമയിൽ നിനക്ക് പറ്റിയ നല്ല വേഷങ്ങൾ ഇനിയുണ്ടായാൽ തീർച്ചയായും ഞാൻ നിന്നെ വിളിക്കാമെന്ന് കമൽ വാക്ക് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് വീണ്ടും ശ്രീനാഥ് കമലിനെ കണ്ടു. ക്ലബ്ബിൽ മദ്യപിക്കാനുള്ള വലിയ സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ കുടിച്ചിട്ടില്ല എന്ന് ശ്രീനാഥ് കമലിനോട് പറഞ്ഞു. മദ്യം കഴിച്ച ഒരാളെയും ഞാൻ മദ്യം കഴിച്ചിട്ട് ഇനി ഒരാളെയും ബുദ്ധിമുട്ടിക്കില്ല എന്ന് ഉറപ്പും പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ മദ്യപിച്ചിട്ട് ഒരാളെയും ശല്യപ്പെടുത്തില്ല, നിങ്ങൾ എനിക്കൊരു വേഷം തരണം എന്ന് പറഞ്ഞു. ആ ഉറപ്പിൽ കമൽ മേഘമൽഹാർ എന്ന സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു, ഭൂമിനാഥൻ എന്ന് പറഞ്ഞ വക്കീലാകാനായിട്ട്. ഷൂട്ടിംഗ് ദിവസങ്ങളിൽ വളരെ മാന്യതയോടെ നല്ല സഹകരണത്തോടെ ശ്രീനാഥ് സഹകരിച്ചു. കമലിനോട് ഒരൊറ്റ കാര്യം മാത്രമേ നിർബന്ധപൂർവ്വം ശ്രീനാഥ് പറഞ്ഞുള്ളൂ, വർക്കില്ലാത്ത ദിവസം എന്നെ റൂമിലിരുത്തരുത്, നിങ്ങൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം, ഞാൻ അവിടെ ഇരുന്നോളാം, ലൊക്കേഷനിൽ ഇരുന്നോളാം, ഒറ്റയ്ക്ക് എന്നെ ഒരിക്കലും റൂമിലിരുത്തരുത്, ഒറ്റയ്ക്കായാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊരു ഭയം എനിക്ക് തന്നെ ഉണ്ട്. എന്നും കമൽ അതുകൊണ്ട് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി ശ്രീനാഥിനെ. ഒരു നാൾ ഒരുപാട് ദൂരെ എവിടെയാണ് ഷൂട്ടിംഗ്. അപ്പോൾ വാഹന സൗകര്യത്തിൻ്റെ പ്രശ്നവും പിന്നെ ഈ ശ്രീനാഥിനെ എന്തിനൊരു നടനെ ഇത്രയും ദൂരം വെറുതെ വണ്ടി കയറ്റിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് അന്നൊരു ദിവസം ശ്രീനാഥിനെ റൂമിലിരുത്തി. രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് കമൽ വന്നപ്പോൾ കേട്ട കഥ, മദ്യപിച്ച് ലെക്ക് കെട്ട് ശ്രീനാഥ് ഹോട്ടലിനെ എടുത്തങ്ങ് ഉടുത്തു. അതാണ് പ്രശ്നം. കാറിൽ നിന്ന് വന്നിറങ്ങി റിസപ്ഷനിൽ വന്നപ്പോൾ തന്നെ കഥ എറിഞ്ഞു, സാറേ അയാൾ ഞങ്ങളെ ഹോട്ടലിനെടുത്ത് വിഴുങ്ങി സാറേ. ആ രാത്രി തന്നെ, നാളെ നേരം പുലരട്ടെ എന്നൊന്നും കമൽ വിചാരിച്ചില്ല, ആ രാത്രി തന്നെ ശ്രീനാഥിനെ കമലിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് കമലിന് ശ്രീനാഥ് ഉറപ്പ് കൊടുത്തു. കമലങ്ങ് കളഞ്ഞു, പോട്ടെ എന്ന് വിട്ടു. പക്ഷെ നേരം വെളുക്കുമ്പോഴറിയുന്നത് തലേന്ന് രാത്രി ഉറപ്പും കൊടുത്ത് പോയിട്ട് സ്വബോധം നശിപ്പിച്ച് വീണ്ടും വെളുക്കുന്നത് വരെ പ്രശ്നങ്ങളുണ്ടാക്കി ശ്രീനാഥ്. റൂമിൽ ശ്രീനാഥ് ഉണ്ട്, ഒറ്റയ്ക്കുണ്ട് എന്നറിഞ്ഞാൽ ഏതോ ദ്രോഹിയായ സുഹൃത്ത്, എവനെയൊക്കെ ഞാൻ ദ്രോഹികളെന്നേ പറയും, കുപ്പിയുമായി വന്നു. വാക്കെല്ലാം ശ്രീനാഥ് തെറ്റിച്ചു, കുടിച്ച് കൂത്താടി എന്ന് പറയുന്നതായിരിക്കും ശരി. ഹോട്ടലിലെത്തിയ സമയം മുതൽ ശ്രീനാഥ് പ്രശ്നക്കാരനായി. ശ്രീനാഥിനെ കാണാനായി സുഹൃത്തുക്കൾ എന്ന പേരിൽ മുറിയിലേക്ക് നിരവധി പേർ വന്നുപോയി. ശാന്തികൃഷ്ണയുമായുള്ള ദാമ്പത്യ ജീവിതം നിയമപരമായി ഒഴിവാക്കുകയും മറ്റൊരാളെ വിവാഹം കഴിച്ച് ഒരാൺകുട്ടിയൊക്കെ ആയ ശേഷമാണ് ശിക്കാറിൽ അഭിനയിക്കാൻ വരുന്നത്. എന്നിട്ട് പോലും ഹോട്ടൽ റൂമിലേക്ക് കൂട്ടുകാരെ നിത്യ സന്ദർശനമായിരുന്നു. മദ്യപിച്ചാൽ മറ്റൊരാളായി മാറുന്ന ശ്രീനാഥ് കോതമംഗലത്ത് എത്തിയ നാൾ മുതൽ തലവേദന സൃഷ്ടിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. അത് ഈ പ്രതാപേന്ദ്രൻ ചേട്ടൻ മദ്യപിക്കാതിരുന്ന എന്ത് നല്ല ഡീസൻറ്റ് മനുഷ്യനെന്നറിയാം.
മദ്യപിച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അമ്മയെ തുണികളെല്ലാം വലിച്ചു പറിച്ച് എറിഞ്ഞിട്ട് കൂതറയാവും. രാവിലെ കെട്ടുവിടുമ്പോൾ വീണ്ടും വളരെ ബഹുമാനത്തോടെ നമ്മളുടെയൊക്കെ സംസാരിക്കും. മദ്യപിച്ച് കഴിഞ്ഞാൽ വായിൽ നിന്ന് വരുന്ന എല്ലാം വികട സരസ്വതിയാണ്. മുട്ടം തെറികളാണ് വിളിക്കണേ, ആരെയും വിളിക്കും. അങ്ങനെയുള്ളവർ സ്വയം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എങ്ങും എത്തില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ഈ ശ്രീനാഥിൻ്റെ ദാരുണമായ മരണമെന്ന് പറയാം. മദ്യപിച്ചാൽ മറ്റൊരാളായി മാറുന്ന ശ്രീനാഥ് കോതമംഗലത്തെത്തിയ നാൾ മുതൽ തലവേദന സൃഷ്ടിച്ചിരുന്നു എന്ന് തന്നെ പറയാം. ഹോട്ടലിൻ്റെ റിസപ്ഷനിലും സഹനടീനടന്മാരുടെ മുറികളുടെ മുന്നിലും ശ്രീനാഥ് കാട്ടിക്കൂട്ടിയ തലവേദന ചെറുതല്ലായിരുന്നു. തിരക്കഥാകൃത്തായ എസ് സുരേഷ് ബാബുവാണ് മോഹൻലാലിനോട് സത്യൻ എന്ന പഴയകാല സുഹൃത്തായി ശ്രീനാഥ് പോരെ എന്ന് ചോദിച്ചു. കിരീടത്തിൽ സേതുമാധവൻ്റെ സുഹൃത്ത് കേശു ആയത് ഇപ്പോഴും ഞങ്ങളുടെ കിരീടം പാലം എന്ന് പറഞ്ഞ വെള്ളായണിയിലെ എൻ്റെ നാട്ടിലുള്ള വെള്ളായണി പാലത്തിലിരുന്നാണല്ലോ, കായലിൻ്റെ കുറുകെയുള്ള പാലത്തിലിരുന്നാണല്ലോ കേശുവും സേതുമാധവനും കൂടെ സംസാരിക്കുന്ന സീന്, അല്ലെങ്കിൽ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തെല്ലോടി എന്നുള്ള പാട്ടിൻ്റെ സീനൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ ആ ചിത്രീകരണം നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ശ്രീനാഥിനെ കണ്ടിട്ടുണ്ട്. അയാൾ വന്നാൽ നന്നാവും, സംസാരിച്ച് നോക്കൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അല്ല മോഹൻലാലിന് ഈ അമ്മയിൽ മെമ്പറല്ലാത്ത അല്ലെങ്കിൽ കുടിച്ചു കൂത്താടി നടക്കുന്നവനെ വയ്ക്കേണ്ട എന്ന് പറഞ്ഞാൽ വയ്ക്കില്ല, ആരും അറിയ പോലും ഇല്ലല്ലോ. പക്ഷേ മോഹൻലാൽ പറഞ്ഞത് അയാൾ വരുമെങ്കിൽ വിളിക്കൂ, ഈ വേഷത്തിന് അയാൾ നന്നാവും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ പുള്ളിയുടെ രീതി എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ആദ്യമേ തന്നെ മോഹൻലാൽ പറഞ്ഞു. കിട്ടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും എന്നായിരുന്നു മോഹൻലാൽ വിലയിരുത്തിയത്. ആ വിലയിരുത്തലിലാണ് ശിക്കാറിലേക്ക് ശ്രീനാഥിനെ ക്ഷണിച്ചത്. വിവരമറിഞ്ഞ ശ്രീനാഥാണെങ്കിൽ വലിയ സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിൽ തന്നെയാണ് ലൊക്കേഷനിലേക്ക് ശ്രീനാഥ് വന്നത്. കോതമംഗലത്ത് എത്തിയതോടുകൂടി കഥ മാറി. ശ്രീനാഥിനെക്കുറിച്ചുള്ള കഥകൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതിരാവിലെയുള്ള ലൊക്കേഷൻ യാത്ര, ഈ ശിക്കാർ ഷൂട്ട് ചെയ്യാനായിട്ട് അതിരാവിലെ ക്രൂ മൊത്തം പോകും. 4 മണിക്കൂർ യാത്ര ചെയ്ത് കൊടുങ്കാട്ടിലെത്തിയിട്ട് അവിടുന്ന് ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നടക്കണമെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത്. ആലോചിക്കുക, മോഹൻലാൽ അടക്കം 1.5 മണിക്കൂറോളം കാട്ടിനുള്ളിലൂടെ നടന്നാണ് ലൊക്കേഷനിലേക്ക് പോകാൻ. അപ്പം 4-5.5 മണിക്കൂറാണ് യാത്ര. രാവിലെ 6 മണിക്ക് ഇറങ്ങിയാൽ എത്ര മണിക്ക് ലൊക്കേഷനിലെത്തും നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോഴാണ് ഒരു ദിവസം പ്രൊഡക്ഷനിൽ നിന്നൊരു വിവരം ആൻ്റണി പെരുമ്പാവൂർ ആരോ ആണ് വിളിച്ചു പറയുന്നത്. ചേട്ടാ, പ്രശ്നമാണ് എവിടെ ഹോട്ടലിൽ. പരിഹരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ സങ്കീർണമായി കാര്യങ്ങൾ. ലൊക്കേഷനിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായി. എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഒരു നാൾ ആ വാർത്ത എത്തുന്നത്. ശ്രീനാഥ് സ്വന്തം കൈഞ്ഞരമ്പുകൾ മുറിച്ച് ജീവനൊടുക്കി. യൂണിറ്റ് വല്ലാണ്ടായി. എല്ലാം കെട്ടിപ്പറക്കി തിരികെ നടന്ന് 1.5 മണിക്കൂറോളം വീണ്ടും നടക്കണമല്ലോ. നടന്ന് തിരിച്ചു വന്ന് വണ്ടി കയറി 4 മണിക്കൂർ യാത്ര ചെയ്ത് ഹോട്ടലിലെത്തിയപ്പോഴേക്കും റൂമിൽ നിന്ന് ബോഡി ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. സത്യനാഥ് അറിയേണ്ടത് ഇതൊക്കെയാണ്. അല്ലാതെ അദ്ദേഹം മരിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആരുമില്ലായിരുന്നു, സിനിമാക്കാരത് സഹകരിച്ചില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ സാഹചര്യം ഇതായിരുന്നു. കാരണം 4 മണിക്കൂർ യാത്ര കാട്ടിലേക്ക്, അവിടെ നിന്ന് 1.5 മണിക്കൂർ നടന്ന് ലൊക്കേഷനിലെത്തി. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ വാർത്ത എറിഞ്ഞ് അവിടെ നിന്നെല്ലാം കെട്ടിപ്പറക്കി യൂണിറ്റും ലൈറ്റും ആളുകളും എല്ലാം തിരിച്ച് ഷിഫ്റ്റ് ചെയ്ത് 1.5 മണിക്കൂർ നടന്ന് വണ്ടികൾ കിടക്കുന്നിടത്ത് വന്ന് അവിടെ നിന്ന് 4 മണിക്കൂർ യാത്ര ചെയ്ത് വരുമ്പോഴേക്കും 5.5-6 മണിക്കൂർ വീണ്ടും കഴിഞ്ഞില്ലേ. അപ്പോഴേക്കും ഹോട്ടലിൽ നിന്നെല്ലാം ബോഡിയെല്ലാം കൊണ്ടുപോകില്ലേ. എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യ അല്ല നീ എന്നായിരുന്നു വിവാഹശേഷം അസ്വാരസ്യങ്ങളിൽ തലപൊക്കിയപ്പോൾ ശാന്തികൃഷ്ണയോട് ശ്രീനാഥ് പറയുമായിരുന്നത്. വിവാഹശേഷം ശ്രീനാഥിന് അവസരങ്ങൾ കുറയുകയും ശാന്തികൃഷ്ണയെ തേടി അവസരങ്ങൾ വരികയും ചെയ്തപ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈഗോ ഉള്ള ആളാണ്, അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വരണ്ട എന്ന് വിചാരിച്ചിട്ട് ശാന്തികൃഷ്ണ സിനിമ അഭിനയം നിർത്തി. പക്ഷേ സിനിമ അഭിനയം നിർത്തി ഭർത്താവിനും വർക്കില്ല, ഭാര്യ അഭിനയം നിർത്തിയാൽ പിന്നെ ജീവിക്കണേ എങ്ങനെ? വാടക വീടടക്കമുള്ളതല്ലേ. ജീവിക്കാനായി ശാന്തികൃഷ്ണ തിരുവനന്തപുരത്ത് സൂര്യകൃഷ്ണമൂർത്തിയുടെ വീടിനടുത്ത്, ഇപ്പോഴും ഞാൻ അതിൽ പോകുമ്പോൾ നോക്കാറുണ്ട്, തത്തപ്പച്ച കളറടിച്ച ഒരു കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിൽ താമസവും കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനവും തുടങ്ങി ശാന്തികൃഷ്ണ. ഞാൻ അതിൽ ഇപ്പോഴും പോകുമ്പോൾ അറിയാതെ അങ്ങോട്ട് നോക്കും. തത്തപ്പച്ച അടിച്ച ആ 2 നില കെട്ടിടത്തിൻ്റെ മേളിൽ പലപ്പോഴും ശ്രീനാഥ് അവിടെ കൈകെട്ടി പുറത്തേക്ക് റോഡിൽ നോക്കി നിൽക്കുന്ന കാണാം. ചിലപ്പോൾ ശാന്തികൃഷ്ണയും ശ്രീനാഥ് കൂടെ നിൽക്കുന്നതും കാണാം. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ശാന്തികൃഷ്ണ ശ്രീനാഥിൽ നിന്ന് ഗർഭിണിയായി 5-6 മാസം ഉള്ളപ്പോൾ എന്തോ വാക്ക് തർക്കം ഉണ്ടായപ്പോൾ ശ്രീനാഥ് ചവിട്ടുകയും അങ്ങനെ ശാന്തികൃഷ്ണയുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടി അലസി പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുട്ടിയില്ലാതെ പോയതിൻ്റെ ഒരു ദുഃഖവും ഒരുപാട് കാലം ഈ 2ാമത് പുനർവിവാഹം കഴിക്കുന്നവരെയും ശാന്തികൃഷ്ണയെ അലട്ടിയിരുന്നു. ശ്രീനാഥിൻ്റെ മർദ്ദനത്തിൽ സംഭവിച്ചതാണ്. അതുപോലെ തന്നെ ശിവരാഹം എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ശിവരാഹം എന്ന് പറഞ്ഞ അടുത്ത് ഒരു പ്രശസ്തമായ അമ്പലമുണ്ട്, മുക്കോലക്കൽ ദേവീക്ഷേത്രം.
അമ്പലത്തിനടുത്തുള്ള ഒരു വീട്ടിലും പിന്നെ മോഹൻലാലിൻ്റെ മുടവ് മുകളിലുള്ള വീടിനടുത്തും 2 വാടക വീടുകളിൽ കോവിലകം എന്ന് പേര് വെച്ചിട്ട് ഈ 2ഇടത്തും അവർ താമസിച്ചിരുന്നു. 2ഇടത്തും ഞാൻ പോയിട്ടുണ്ട്. ശ്രീവരാഹത്ത് പോയത് ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാനാണ്. ഞാൻ ആളിൻ്റെ പേര് പറയുന്നില്ല. ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പോവാം ദിനേശ്, ഞാൻ പോവാം. ഞാൻ പറഞ്ഞ അവരെ 8 ഗ്രാമുള്ള ഒരു വള തരും, അതിനപ്പുറം തരാൻ അവരെ കൊണ്ട് കഴിയില്ല, ഒരു കൊച്ചു കടയാണ്, പോകണം എന്ന് പറഞ്ഞു. പോവാം എന്ന് പറഞ്ഞു. അവർ പോയി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളും കഴിഞ്ഞ് ഞങ്ങളൊരു വർക്കിൽ ഒന്നിച്ചുള്ളപ്പോൾ, ചാബല്യം എന്ന് പറഞ്ഞ സീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഉദ്ഘാടനമൊക്കെ ഭംഗിയായിട്ട് നടന്നു പറഞ്ഞ സമ്മാനം തന്നു എന്നുകൊണ്ട് അവർ ചിരി ചിരിച്ചു. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ചിരി. ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കണേ? ഒന്നുമില്ല ദിനേശ്, പരാതി പറയല്ല, 8 ഗ്രാമുള്ള ഒരു വള തരുമെന്ന് പറഞ്ഞു, 2 ഗ്രാമുള്ള മോതിരമാണ് തന്നത്. ഞാൻ ഇല്ലായ്മ കൊണ്ടാണ്. ഇല്ല ദിനേശ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്ന് ആലോചിച്ച് നോക്കി, ആര് പറയും 8 ഗ്രാം ഒരു പവനിലെ ഒരു വള കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2 ഗ്രാമിലെ മോതിരം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യിച്ച ആളിപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് വിളിച്ചാൽ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. അതാണ് പ്രശ്നം. അത്രയും കുലീനയായ സ്ത്രീയായിരുന്നു ശാന്തികൃഷ്ണ. അതുപോലെ തന്നെ എന്താ പറയുക, ചാബല്യം എന്ന് പറഞ്ഞ സീരിയൽ മോഹൻദാസൻ സംവിധാനം ചെയ്ത ചാബല്യത്തിൽ ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. ആ സെറ്റിലെ കഥകൾ പറയണമെങ്കിൽ തന്നെ ഒരുപാട് പറയാം. ശാന്തികൃഷ്ണയും ആയിട്ടുൾപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. അത് ഇനി ഒരിക്കലും പറയാമെന്ന് പറഞ്ഞ് ഞാനത് വിടുന്നു. ജയിൽ സൂപ്രണ്ടിൻ്റെ വേഷമായിരുന്നു ചാബല്യത്തിൽ. അതുപോലെ ഞാൻ വർക്ക് ചെയ്ത സുഹൃതത്തിൽ രവിശങ്കറിൻ്റെ കാമുകിയുടെ വേഷം ശാന്തികൃഷ്ണയായിരുന്നു. ഒരു ദിവസം സീൻ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം എന്തോ മമ്മൂക്കയ്ക്ക് എറണാകുളത്തേക്ക് പോകണം, വീട്ടിലേക്ക് പോകണം. ഒറ്റപ്പാലത്താണ് ഷൂട്ടിങ്. രാവിലെ 7 മണിക്ക് ഞാൻ ലൊക്കേഷനിൽ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. കൃത്യം 7 മണിക്ക് പുലി എത്തി. പക്ഷേ കൂടെ അഭിനയിക്കേണ്ട ശാന്തികൃഷ്ണ ഇല്ല. പുള്ളി മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അന്ന് ക്യാരവാനൊന്നും ഇല്ലല്ലോ. ഞാൻ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കടോ, ഞാൻ അടുത്തില്ലെന്തോ വന്നില്ലേ മറ്റുള്ളൂ ഇല്ല. പുള്ളി ഭയങ്കരമായിട്ടൊരു 10-11 മണിയാകുമ്പം പുള്ളിയുടെ സകല ക്ഷമയും നഷ്ടപ്പെട്ടു. ലൊക്കേഷനെ എടുത്ത് മറിച്ചു മമ്മുക്ക. എനിക്കൊരുത്തിലും കാത്തിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇതെല്ലാം കഴിയുമ്പോഴേക്ക് ഒരു കാറിൽ ശാന്തികൃഷ്ണ വന്നിറങ്ങി. ആദ്യം കണ്ടത് തന്നെയാണ്. ഞാനിങ്ങനെ അവരെങ്ങനെ നോക്കി. പ്രശ്നമായ ദിനേശ്. ഞാൻ പ്രശ്നമല്ല, തൃശ്ശൂർ പൂരം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ മൊത്തം കുളമാക്കിയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ശാന്തികൃഷ്ണ വല്ലാണ്ടായി. ആ കാറിൽ കൊണ്ടാക്കി ആരെന്നും എനിക്കറിയാം. ശാന്തികൃഷ്ണയെ വളരെ ചുരുക്കം പേരെ ചതിച്ചിട്ടുള്ളൂ. അതിലൊരു ചതിയാണ് അന്ന് നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ആ കാറിൽ കൊണ്ടാക്കിയ ആളിനെ അടക്കം നമുക്ക് കുറേ മുട്ടം തെറി പറഞ്ഞവിടെ ഇരുന്നു. കുറേ പറഞ്ഞു. ഞാൻ കേൾക്കാത്ത പോലെ അങ്ങ് പോയി. നമ്മളെന്ത് ചെയ്യാൻ പറ്റൂല്ലേ? സംവിധായകൻ ഹരികുമാർ സാറും മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരുപാട് തെറി പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ചോദിച്ചാൽ മമ്മൂക്കയുടെ ഏറ്റവും വിശ്വസ്തരായുള്ള ഒരാളാണ് ആ നടൻ. ഞാൻ പേര് പറയുന്നില്ല, പോട്ടെ. അങ്ങനെ ശാന്തികൃഷ്ണ ജീവിതത്തിൽ 1-2 അബദ്ധങ്ങളെ അവർക്ക് പറ്റിയിട്ടുള്ളൂ. അതിലൊന്നാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന ശ്രീനാഥിനെ കല്യാണം കഴിച്ചതും അവർക്ക് സൂട്ടബിളല്ല. രണ്ടാമത് ഒരാളിനെ വിശ്വസിച്ചതും ശരിയല്ല എന്ന് ഞാൻ പറയും. എന്തായാലും സിനിമയിൽ അവർ വന്നത് 6ാമത്തെ വയസ്സിലാണ് അവർ ഡാൻസ് പഠിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടെയാണ് ഡാൻസ് പഠിച്ചത്. അങ്ങനെ ഡാൻസ് പഠിച്ചു വന്ന ശാന്തികൃഷ്ണ സിനിമയിലേക്ക് വന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത്, സിനിമയുടെ ഗ്ലാമർ എൻ്റെ നൃത്തത്തിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതി. അതിൻ്റെ പോപ്പുലാരിറ്റിയിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും നൃത്തത്തിലെന്ന് കരുതിയാണ് അവർ വന്നത്. പക്ഷേ അവർ സിനിമയിൽ തന്നെ വലിയ പ്രശസ്തയായി മാറി. പന്നീർ പുഷ്പങ്ങൾ എന്ന് പറയുന്ന ഭാരതി വാസുവിൻ്റെ സിനിമയിൽ തുടങ്ങി 2 തവണ നല്ല കുടുംബജീവിതത്തിനായി ബ്രേക്ക് എടുത്തു പോയ നടിയാണല്ലോ അവർ. അങ്ങനെ മലയാളത്തിൽ അധികം ആൾക്കാരില്ല. ശ്രീനാഥുമായിട്ട് കല്യാണം കഴിച്ച് സിനിമാഭിനയം ശ്രീനാഥിന് അവസരങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അവർ ബ്രേക്ക് എടുത്തു. പിന്നെ കുറേ കാലത്തേക്ക് അവരില്ലായിരുന്നു. അത് കഴിഞ്ഞ് നയം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ ബാലചന്ദ്ര മേനോൻ്റെ പടത്തിലൂടെ വീണ്ടും അഭിനയത്തിലേക്ക് വരുന്നു. നല്ല തിരക്കിൽ നിൽക്കുമ്പോൾ ബ്രേക്ക് എടുത്തു പോയി. രണ്ടാമതൊരു കല്യാണം കഴിച്ച് 2 കുട്ടികളൊക്കെ ആയ ശേഷം വർഷങ്ങളോളം കഴിഞ്ഞ ശേഷം വീണ്ടും 3ാമത് സിനിമയിൽ വന്ന് നല്ല നല്ല ക്യാരക്ടർ റോളുകൾ ഇപ്പോൾ ചെയ്യുന്നു. എൻ്റെ മാനസപുത്രിയുടെ വർക്ക് സമയത്താണ്. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാൻ നോക്കുമ്പോൾ ശ്രീനാഥില്ല. രാവിലെ ശ്രീനാഥിനെ വെച്ചാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ശ്രീനാഥില്ല. അന്വേഷിച്ചപ്പോൾ അറിയുന്നു തലേദിവസം രാത്രി ശ്രീനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ ക്രൂരമായി കുഞ്ഞായ മകനെ മദ്യപിച്ചിട്ട് ബോധമില്ലാതെ ചെയ്യുന്നതാണ്. എന്തോ കാലി തൂക്കിയെടുക്കുകയോ എന്തോ ചെയ്ത് ബഹളം ഉണ്ടാക്കുകയും ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും ഉടുത്തിരുന്ന ഡ്രസ്സോടുകൂടി, നൈറ്റിയോ എന്തോ ഇട്ടിരുന്ന ഡ്രസ്സോടുകൂടി ഭാര്യ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി ഇരുട്ടിൻ്റെ മറപറ്റി ഓടുകയും നിലവിളിച്ചുകൊണ്ട് ഓടുകയും നാട്ടുകാർ ഇടപെടുകയും അവസാനം
നാട്ടുകാർ വിളിച്ച് പോലീസിനെ വിളിച്ചറിയിക്കുകയും ഇങ്ങനെ ഭാര്യയും കുട്ടിയും ക്രൂരമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അറിയിക്കുകയും അങ്ങനെ ശ്രീനാഥിനെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. തിരുമല പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും അത് കാണുമോ FIR. ഷൂട്ടിങ് മുടങ്ങി. അവസാനം ട്രാക്സുകാർ പോയി. എന്താ പറയുക, ട്രാക്സുകാർ ചെന്ന് ബൈജു ദേവരാജിൻ്റെ നേതൃത്വത്തിൽ ചെന്ന് ജാമ്യത്തിലെടുത്ത് കൊണ്ടുവന്നാണ് പിന്നെ അഭിനയിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഭാര്യ അത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവരിപ്പോൾ സ്നേഹനിധിയായ ശ്രീയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂ എടുത്തു. ഇപ്പോൾ കുറേ കാലമായിട്ട് അവരുടെ ഒന്നും കേൾക്കാനില്ല. പക്ഷെ അവർ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ശ്രീനാഥ്. അവരിനി ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് ഞാൻ പറയും. കുട്ടിയെപ്പോലും, കൊച്ചു കുഞ്ഞല്ലേ, അവനെപ്പോലും ഈ മദ്യം പിടിച്ചു കഴിഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാത്തവർ ഇങ്ങനെ അമിതമായി കഴിക്കരുത്. അഥവാ കഴിച്ചാൽ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണമെന്ന് ഞാൻ പറയും. ശ്രീനാഥുമായി നിവൃത്തിയില്ലാതെ ബന്ധം വേർപിരിഞ്ഞെങ്കിലും അനുജൻ സത്യനാഥുമായും അമ്മയുമായും ഒക്കെ തനിക്കിപ്പോഴും നല്ല ബന്ധമുണ്ടെന്ന് അഭിമാനത്തോടെ ശാന്തികൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശാന്തികൃഷ്ണയുടെ ഭാഗത്ത് നല്ല ഈ ദാമ്പത്യ ജീവിതം തകരാൻ കാരണമുണ്ടായതെന്നോ അല്ലെങ്കിൽ മകൻ ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ ബന്ധം നഷ്ടപ്പെട്ടു പോയതെന്നൊക്കെ വ്യക്തമായ ബോധം ആ അമ്മയ്ക്കുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സത്യനാഥിനുണ്ടായിരുന്നിരിക്കാം. ജീവനോടെ കൊണ്ടുപോയ ആളെ ഇങ്ങനെയാണോ തിരിച്ചു നൽകേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ ചോദിച്ചത്. ആരാണ് അദ്ദേഹത്തെ ഇത്രയും വേദനിപ്പിച്ചത്? 2 ദിവസം മുമ്പ് പരദേവതയെ പ്രാർത്ഥിച്ച ശേഷം വീട്ടിലേക്ക് വിളിച്ചിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ശ്രീനാഥിൻ്റെ രണ്ടാം ഭാര്യ അദ്ദേഹം മരിച്ചപ്പോൾ അന്ന് പത്രക്കാരോട് പറഞ്ഞത്. നടൻ ശ്രീനാഥിൻ്റെ ദുരൂഹതയുള്ള മരണത്തിന് പിന്നിലുള്ള ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് അനുജൻ സത്യനാഥ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. രാത്രിയിൽ 2 പേർ ശ്രീനാഥിനെ മുറിയിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി താമസിക്കുന്ന മുറി വിട്ടുപോകാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ പ്രൊഡക്ഷൻ മാനേജരോ നിർമ്മാതാവിൻ്റെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുന്നത്. അവർ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്തത്. 2 ആഴ്ചത്തേക്ക് എന്തായാലും ഷൂട്ടിംഗ് ഇല്ല, താങ്കൾ മുറി വിട്ട് വീട്ടിലേക്ക് പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാണ് 2000 രൂപ TA കൊടുക്കുകയും അദ്ദേഹം 1000 രൂപ കൈപ്പറ്റി ചെയ്തു. പക്ഷേ ഇവർ പറയുന്നത് രാത്രിയിൽ 2 പേർ ശ്രീനാഥിനെ മുറിയിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി താമസിക്കുന്ന മുറി വിട്ടുപോകാൻ പറഞ്ഞു. മരണത്തിൽ അഭയം തേടാൻ മാത്രം എന്ത് പീഡനമാണ് അദ്ദേഹത്തിന് വാങ്ങേണ്ടി വന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അദ്ദേഹം മരിച്ച വിവരം അറിയിക്കാൻ പോലുള്ള മര്യാദ സഹപ്രവർത്തകർ കാണിച്ചില്ല. അത് വെറുതെ പറയുന്നതാണ്. ശവസംസ്കാരം നടക്കുമ്പോഴും ശ്രീനാഥ് അഭിനയിക്കാൻ പോയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു എന്നാണ് വേറൊരു പരാതി. ഞങ്ങൾക്കിട്ടെ ശിക്കാർ എന്ന് പറഞ്ഞ പടം ഇത്രയും വലിയ ക്രൂവിനെ വെച്ച് കാട്ടിച്ചെന്ന് ഷൂട്ട് ചെയ്യുന്നത് ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്തോ ആവട്ടെ എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ അന്ന് ഷൂട്ടിംഗ് നിർത്തിവെച്ചു. അവർ പറയുന്നത് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വന്ന് നടക്കുമ്പോൾ അന്നും ഷൂട്ടിംഗ് നടത്താമോ എന്നാണ് ചോദിക്കുന്നത്. അതെന്ത് ന്യായമായ ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ ഭാരവാഹികളോ സിനിമാ പ്രവർത്തകരോ ഫോണിലൂടെ പോലും എന്നെ ബന്ധപ്പെട്ടില്ല എന്നാണ് ഈ രണ്ടാമത്തെ ഭാര്യ പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ ചിലരുടെ ഭീഷണിയാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നും ശ്രീനാഥിൻ്റെ ഭാര്യ പറയുന്നു, രണ്ടാം ഭാര്യ. വാസ്തവത്തിലാവുന്നതല്ല. അമ്മയിലെ ഒരു ഭാരവാഹിയും വിളിച്ച് ശ്രീനാഥിനോട് മെമ്പർഷിപ്പ് എടുത്തില്ല എങ്കിൽ വിവരം അറിയുമെന്നോ, നിങ്ങളെ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ സമ്മതിക്കില്ല എന്നോ, നിങ്ങളെ കൊന്നുകളയെന്നോ ഒന്നും പറയില്ല. അമ്മയിലെ ഒരാൾ ഒരു കാലത്തും പറയില്ല. നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാവൂ. ഒരു കാലത്തും അതിലാരും അങ്ങനെ ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഒരാളോടും. നിങ്ങൾ നന്നായിട്ട് അമ്മയുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഈ സെറ്റിൽ നിന്ന് ഔട്ടാക്കി കളയും പറയില്ല. അങ്ങനെയൊന്നും ഉള്ളൊരു സംഘടന അല്ലല്ലോ അമ്മ. എന്തായാലും 54 വയസ്സിൽ ഒരു നടൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലം അയാൾ എന്തെല്ലാം വേഷങ്ങൾ ചെയ്യേണ്ടിയിരുന്നതാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ വളരെ രസകരമായി സംസാരിക്കുന്ന ആളുമാണ്. ഇവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. ചാബല്യം എന്ന് പറഞ്ഞ സീരിയൽ നടക്കുമ്പോൾ ഇവർ മുടവ് മുകളിൽ മോഹൻലാലിൻ്റെ വീട്ടിനടുത്താണ് താമസിക്കുന്നത്. ഒരു ദിവസം സീനുകൾ പെട്ടെന്ന് തീർന്നു. ഒരു 5-5:30 മണിയായപ്പോൾ തീർന്നു. അപ്പോൾ പാക്ക് ചെയ്തു. പോകുന്ന കാറുകളിൽ ആളുകളെ പ്രൊഡക്ഷൻ മാനേജരാണല്ലോ കയറ്റി വിടുന്നത്. അപ്പോൾ ഒരു കാറിൽ ശാന്തികൃഷ്ണയും എന്നെയും പിന്നെ ആരോ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങളെ എല്ലാവരും കയറ്റി വിട്ടു. അപ്പോൾ ആദ്യം ഇറങ്ങാനുള്ളവരെ ഇറക്കി ശാന്തികൃഷ്ണനെ ഇറക്കാനായിട്ട് മുടവ് മുകളിലെ വീട്ടിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ മുന്നിൽ കൈ കെട്ടി ഇങ്ങനെ നിൽപ്പുണ്ട് ശ്രീനാഥ്. വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ അറച്ചറച്ച് ശാന്തികൃഷ്ണൻ ഇറങ്ങി. അവരുടെ മുഖം കാണുമ്പോൾ പറയും ഒരു പേടിയുണ്ട് അവർക്ക്, എങ്ങനെയാണ് ഇയാൾ പ്രതികരിക്കാൻ പോകുന്നത്. ജീവിക്കാനുള്ള വകയുണ്ടാക്കാനാണ് അഭിനയിക്കാൻ പോയത്. അവരിറങ്ങിയിട്ട് അവരുടെ ആ കുലീനത അവിടേക്കാണ്. അവർ ശ്രീനാഥിനോട് പറഞ്ഞു, ഇത് ദിനേശ് ചാബല്യത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. എന്നിട്ട് അവർ കയറി പതിയെ നടന്ന് അങ്ങ് അകത്തേക്ക് പോയി. രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാനിങ്ങനെ ഡോർ തുറന്ന് കയറാൻ പോയപ്പോൾ എന്നോട് ശ്രീനാഥ് ചോദിച്ചത് എവിടെ കൊണ്ടുപോയതാ? എന്നോട് ചോദിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. എവിടെ കൊണ്ടുപോയതാണ്? അപ്പോൾ ശാന്തികൃഷ്ണനെ പോലെ ഒരാളിനെ അങ്ങനെ പറയാമോ ആലോചിക്കുക. അയാളുടെ ഭാര്യ എന്നുള്ളതല്ല,
ശാന്തികൃഷ്ണയെ പോലെ സെറ്റുകളിൽ മാന്യമായി പെരുമാറുന്ന, സിനിമാ രംഗത്ത് മാന്യമായി പെരുമാറുന്ന ചുരുക്കം പേരിൽ ജെൻറ്റിൽ വുമൺ എന്ന് പറയാവുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവരുടെ ഭർത്താവായ ആൾ എന്നോട് ചോദിച്ചതാണ്, ഇവിടെ കൊണ്ടുപോയതാണ്. ഞാൻ അയാളെ ഒന്ന് ഷാർപ്പായിട്ട് നോക്കി. കാരണം അമ്മേരെ നേരത്തെ താൻ നന്നാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഞാനങ്ങ് പോയി. പിറ്റേ ദിവസം സെറ്റ് വന്നപ്പോൾ ശാന്തികൃഷ്ണ ചോദിച്ചു, ഇന്നലെ ഷീയായിട്ട് എന്താ ചോദിച്ചേ എന്ന് പറഞ്ഞു. അവനൊന്നുമില്ല, എവിടെ വീടെന്നാണ് ചോദിച്ചത്. ഞാൻ അവരോട് പറയാൻ പോയില്ല, കാരണം അവർക്കത് വേദനിക്കും, പൊള്ളും. കാരണം ഭർത്താവ് വർക്ക് കഴിഞ്ഞ് വന്ന ഭാര്യയെ എവിടെ കൊണ്ടുപോയി എന്ന് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ദാമ്പത്യ ജീവിതത്തിൻ്റെ ശിഥിലത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു. അതുപോലെ ശ്രീനാഥിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയാം. ഇത് ഞങ്ങളുടെ കഥയുടെ സെറ്റിലാണോ അല്ലെങ്കിൽ വിസയുടെ സെറ്റിലാണോ എന്ന് എനിക്കറിയില്ല. ഈ തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ എന്തോ ശാന്തികൃഷ്ണ ഭക്ഷണം കഴിക്കില്ല, നൊയമ്പ്. ദൈവത്തിന് ഈ നല്ല ആഹാരം കഴിക്കാൻ ദൈവം വിധി കൊടുത്താലും ചിലരങ്ങനെയുള്ളൂ, നൊയമ്പ് എടുക്കും. അന്ന് പട്ടിണി ഇരിക്കും പകൽ മുഴുവൻ. അങ്ങനെ പട്ടിണി ഇരിക്കുമ്പോഴാണ് അവരറിയുന്നത് ശ്രീനാഥും പട്ടിണി ഇരിക്കുകയാണ്. കാരണം കല്യാണം കഴിക്കാൻ പ്രേമിച്ച് അങ്ങ് ക്ലൈമാക്സ് സ്ഥലത്ത് നിൽക്കുന്ന സമയമല്ലേ, അയാളും ആഹാരം കഴിക്കാതിരിക്കും. അത് ശാന്തികൃഷ്ണനെ പെട്ടെന്ന് ശ്രീനാഥുമായിട്ട് അടുപ്പിച്ചു. അവരൊരുപാട് നിർബന്ധിച്ചു. ഞാൻ നൊയമ്പ് നോക്കുന്നതിന് താങ്കൾക്ക് എന്താ, താങ്കൾ പോയി കഴിക്കുന്നു, ഏയ് നീ പട്ടിണി ഇരിക്കുമ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ വിവാഹമെല്ലാം കഴിഞ്ഞ ശേഷമാണ് ആ പാവ സ്ത്രീ അറിയുന്നത് ഇവിടെ പട്ടിണി ഇരിക്കുന്നു എന്നുള്ളൊരു ഇമേജ് അവരുടെ മുന്നിലുണ്ടാക്കിയിട്ട് പുറകെ പോയിരുന്ന് പൊറോട്ടയും ബീഫും കഴിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ അറിഞ്ഞതായിരിക്കാം ശാന്തികൃഷ്ണയ്ക്ക് ചിലപ്പോൾ ഈ മനുഷ്യനെ മടുത്തത്. എന്തായാലും എന്താ പറയുക, ശിക്കാറിലെ ആ സത്യൻ എന്നുള്ള ആ വേഷമടക്കം ഒരുപാട് സിനിമകൾ ചെയ്ത്, അല്ലെങ്കിൽ ജനപ്രിയമായ സീരിയലുകളുടെ നല്ല അച്ഛനായിട്ട് ഒരുപാട് സീരിയലുകൾ ചെയ്ത് ഒരു ആൺകുട്ടി പൊന്നുപോലുള്ള നല്ല സുന്ദരൻ പയ്യനാണ്. ആ ആൺകുട്ടിയും വളർത്തി എത്ര കാലം ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നു ശ്രീനാഥ്. അച്ഛൻ്റെ വിയോഗം എനിക്കെപ്പോഴും ഫീൽ ചെയ്യും, മനസ്സിലാവും. എന്നെക്കാൾ അല്പം എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ ആണ് അച്ഛൻ മരിച്ചതെങ്കിൽ ആ വിഘ്നേഷ് എന്ന് പറഞ്ഞ കുട്ടിക്ക് അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 5 വയസ്സോ 6 വയസ്സോ ഉള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ആ അച്ഛൻ്റെ ദുഃഖം ആ മകൻ അറിയാമായിരിക്കും. ഒരുപാട് കാലം അച്ഛൻ്റെ ലാളിനേറ്റ് വളരേണ്ട പയ്യനായിരുന്നു. ഇടയ്ക്കെന്തോ അവരൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയോ എന്തൊക്കെയോ വാർത്തകൾ വന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോൾ എവിടെയാണെന്നും എനിക്കറിയില്ല. എന്തായാലും മദ്യം കലാകാരന്മാരെ നശിപ്പിക്കുന്നതിൽ അതിലെ രക്തസാക്ഷികളിൽ ഒരാളാണ് ശ്രീനാഥ് എന്ന് പറയാം. സ്വയം എന്താ പറയുക, കൈഞ്ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യയിലേക്ക് സ്വയം നടന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ക്രൂരമാണ്. അങ്ങനെ അകാലത്തിൽ പൊരിഞ്ഞ ശ്രീനാഥിന് ഇതൊക്കെ പറഞ്ഞെങ്കിലും കാണുമ്പോൾ മാന്യമായിട്ട് പെരുമാറിയിരുന്ന, സംസാരിച്ചിരുന്ന, മദ്യം കഴിച്ചാൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ആ വലിയ മനുഷ്യന്, ആ നല്ല മനസ്സിനുടമയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ശൈലിയുള്ള ശ്രീനാഥിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, മരിച്ചുപോയ ആളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കരുത്. യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഞാൻ സംസാരിച്ചത്, അല്ലാതെ ഒരാളുടെയും പക്ഷം പിടിച്ചതല്ല. സത്യസന്ധമായ കാര്യങ്ങളാണ് ശ്രീനാഥിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.